എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ഞാൻ ഇന്ന് യൂസഫിക്കയുടെ അഭിമുഖം കണ്ടു. യൂസഫിക്ക എംബസി ഉദ്യോഗസ്ഥനാണ്. റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട്, എത്രയെന്ന് എനിക്കറിയില്ല. അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. പലപ്പോഴും കോടതികളിൽ നിന്ന് റഹീം എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും. കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിന് ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് വേണ്ടി രാപ്പകലില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അവരെന്നെ പറയുന്ന 70ഓളം സംഘടനകളുടെ പ്രതിനിധികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാത്തിലും എപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ, ഒരു ബോച്ച ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്കാണ് എന്ന് പറയുന്ന ആളുകൾ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ യൂസഫ് അലി എന്ന വ്യക്തിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനെ കീറി മുറിച്ച് ഇതിനെ ഗവേഷണം നടത്തി, ഇതിന് ഓപ്പറേഷൻ നടത്തി, ഇതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നുള്ള മലയാളിയുടെ പ്രവണത. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാട്ടിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത. അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈസ സ്വരൂപിക്കാനായിട്ടുള്ള യത്നങ്ങളും പ്രയത്നങ്ങളെല്ലാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇങ്ങനൊരു ബ്ലഡ് മണി കിട്ടിയാൽ അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന രീതിയിലേക്ക് ആ ഒരു കുടുംബം കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അന്ന് തൊട്ട് തന്നെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുവരെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ വേണ്ടി ഒരുപാട് സംഘടനകളും, ഒരുപാട് സൗദി റിയാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരുപാട് സംഘടനകൾ, KMCC തുടങ്ങി അങ്ങനെ ഒരുപാട് സംഘടനകൾ, അവരെന്നെ പറയുന്ന 70ഓളം സംഘടനകളുടെ പ്രതിനിധികൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു 2-3 ആഴ്ച കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ ബോച്ച ഇതിന് മുന്നിട്ട് ഇറങ്ങി. അതുപോലെ മീഡിയകൾ, പ്രത്യേകിച്ച് 24 ന്യൂസ്, നമ്മുടെ മനോരമയിലാണ് ഈ വാർത്ത ഞാൻ 2 വർഷത്തോളം മുമ്പ് ഇതിനെപ്പറ്റിയുള്ളൊരു വാർത്ത കേട്ടത്. അങ്ങനെ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ, റിപ്പോർട്ടുകൾ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ പറ്റി ഒരു ധാരണ 35 ലക്ഷം വേണം, 50 ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ ഞാൻ മുമ്പ് ഇതേപ്പറ്റി ഇങ്ങനത്തെ സൗദിയിലകപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ ഒക്കെ ഇങ്ങനത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇത് നമുക്കറിയാം, തുടക്കം ഇപ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണമെങ്കിൽ എന്തെങ്കിലും അതിന് തക്കതായ കാരണം ഉണ്ടാവുമല്ലോ എന്നൊക്കെയുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലും ആദ്യം ഉയർന്നിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും അതറിയാത്ത, എന്തിനാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് 2006 ജോലിക്കായി വിദേശത്തേക്ക് പോവുകയാണ് ആ ഉമ്മയുടെ ഇളയ മോനായ അബ്ദുറഹീം. അങ്ങനെ 1 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ജോലി വിസയിലാണ് അദ്ദേഹം പോകുന്നത്. ഡ്രൈവറായിട്ട് കിട്ടിയ ജോലിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ വീട്ടിലെ ഒരു കുട്ടി, വയ്യാത്ത ഒരു കുട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാർപകടം പറ്റിയിട്ട് തളർന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ നോക്കേണ്ട ചുമതല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ടേക്കിംഗ് കൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടി പുറത്തേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് എവിടേക്കോ പോകുമ്പോൾ അദ്ദേഹം വളരെ വയലൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം വരികയും ഇദ്ദേഹത്തെ കാർക്കിച്ച് തുപ്പുകയൊക്കെ ചെയ്ത്, ഇദ്ദേഹത്തോട് റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്ത്, ആ സമയത്ത് അദ്ദേഹത്തെ തടയുന്നതിൻ്റെ ഭാഗമായി തട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നഷ്ടപ്പെട്ട് അദ്ദേഹം പെട്ടെന്ന് കൊളാപ്സായി മരിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഫാമിലിക്ക് അദ്ദേഹത്തോട് ഒരു ഇത് തോന്നുകയും, എന്നാൽ ഈ കുട്ടി മരിച്ച ശേഷം, ഒരു കാര്യം കൂടിയുണ്ട്, കുട്ടി മരിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ തന്നെ വിളിച്ചു വരുത്തി ഇതിങ്ങനെ പറയുക. അപ്പോൾ അവർ ഇത് അറിഞ്ഞാൽ നമുക്കറിയാം, ഇത് പുറത്തറിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ പ്രതികരണം ഒഴിവാക്കാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഇത് വേറെ ആരോ ആക്രമിച്ചപ്പോൾ ഉണ്ടായതാണെന്ന് ഒരു കള്ളം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നു. അതിനുശേഷം അത് പിന്നെ അവർ കണ്ടെത്തുന്നു, അങ്ങനെയല്ല, ഇതായിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ജയിലിലായത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധു, അദ്ദേഹം 10 കൊല്ലത്തോളം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അന്ന് ആ ഫാമിലിക്ക് അവരുടെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനാണ്. അതുപോലെ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിലാണെങ്കിൽ ആ കുട്ടി അത്രയും വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ ആ കുടുംബത്തിന് കിട്ടിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ജയിലിലിട്ടതും. പിന്നെ മേൽക്കോടതി, കീഴ്ക്കോടതി, എല്ലാ കോടതികളും, പരമോന്നത കോടതി പോലും അദ്ദേഹത്തെ ഇങ്ങനെ തൂക്കുകയറ് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രീതിയിലേക്കായത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം മനഃപൂർവ്വമായി ചെയ്ത ഒരു കാര്യമല്ല അത്. അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്തപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത, അദ്ദേഹം ഇപ്പോൾ ഇയാൾ മരിക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കണമെന്ന് കരുതി ചെയ്തതല്ല. എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വിധിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ആടുജീവിതം സിനിമയിൽ നമ്മൾ നജീബിക്കരെ കഥ പറഞ്ഞ പോലെ സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യും. അദ്ദേഹത്തിന് 18 വർഷമാണ് അതിന് വേണ്ടിയിട്ട് ഇനി അദ്ദേഹം നീക്കി വയ്ക്കേണ്ടി വന്നത്.
ഇപ്പോൾ അതുമാത്രമല്ല ആ ഉമ്മ പറയുന്നത് കേൾക്കുന്നത് നമുക്ക് 5-6 വർഷമായിട്ട് അദ്ദേഹത്തിന് ഫോൺ കോൾ ചെയ്യാൻ പറ്റും എപ്പോഴെങ്കിലും എന്നല്ലാതെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാലമൊക്കെ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തിരുന്നു. പിന്നെ ഇത്രയും വലിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റാൻ അവർ അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മനോരമയിൽ 2 കൊല്ലം മുമ്പ് ഞാൻ ഈ ഉമ്മയുടെ കരച്ചിലും വീഡിയോസും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴോ വീണ്ടും അത് തുടങ്ങി ഇവർ നല്ലൊരു സൈറ്റ് ഉണ്ടാക്കി. അതൊക്കെ അവർ ആ ഭാഗത്ത് പ്രവർത്തകർ അല്ലെങ്കിൽ റിയാദിൽ നിന്നുള്ള ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിനൊരു നല്ലൊരു റീച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഇത് വലിയ ചർച്ചയായത്, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത് ബോച്ചയുടെ വരവോടുകൂടി തന്നെയാണ്. അപ്പോൾ ബോച്ചെ ഇതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങി ഇതിനു വേണ്ടി ഒരുപാട് പ്രചരണം നടത്തി. അദ്ദേഹം ഞാൻ യാചിക്കുന്നു എന്ന് പറഞ്ഞ് ബക്കറ്റ് ഉരുവ് പോലെ നടത്തി. അങ്ങനെ ഇതിന് ഒരുപാട് ജനശ്രദ്ധ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കടന്നുവരവോടുകൂടി തന്നെയാണ്. അദ്ദേഹം 1 കോടി രൂപ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലാത്ത പൈസ സംഭരിക്കാമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് പേര് പറഞ്ഞു കേട്ടു ഇദ്ദേഹം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കൂടി ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെതായ മാർക്കറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ എന്തോ ലോട്ടറി ബിസിനസ് തുടങ്ങുന്നുണ്ട്. എന്തൊക്കെയും തന്നെ ആയാലും അദ്ദേഹം ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ ഒരു വലിയ കോസിന് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കോസിന് ഒരു സഹായത്തിന് വേണ്ടി ഇത്ര വലിയ തുക കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ അദ്ദേഹത്തിന് വേറെ പല വഴികളും ഉണ്ട്. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് മാത്രം ചെയ്യണമെന്നില്ല, എന്നാലും അദ്ദേഹം ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അത് ഒരു സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോച്ചെ ആ കാര്യത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അദ്ദേഹം ചെയ്തത് വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം കൂടി തന്നെയാണ് ഈ ഒരു വലിയ റീച്ച് കിട്ടിയതും അല്ലെങ്കിൽ ഇത്രയും പൈസ ഇതിനെ സ്വരൂപിക്കാൻ സാധിച്ചതും. അതുപോലെ എല്ലാ സംഘടനകളുടെയും അല്ലെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകരുടെയും 24 ന്യൂസൊക്കെ ഒരുപാട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനപ്പോൾ ഇന്ന് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇന്ന് യൂസഫിക്കയുടെ അഭിമുഖം കണ്ടു. യൂസഫിക്ക എംബസി ഉദ്യോഗസ്ഥനാണ്, സൗദി റിയാദിലെ എംബസി ഉദ്യോഗസ്ഥനായ മലയാളിയായ യൂസഫിക്ക. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ അബ്ദുറഹീമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ കോടതിയിലെ ഓരോ അപ്പീലിന് പോകുമ്പോഴും മറ്റും അദ്ദേഹത്തിന് വിധി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നിസ്സഹായതയോടുകൂടി ഈ യൂസഫിക്കയോട് ചോദിക്കുമായിരുന്നു, എന്നെ രക്ഷിക്കാൻ പറ്റുമോ ഇക്ക, എന്നെ രക്ഷിക്കാൻ ഒരു വഴിയില്ലേ. നിസ്സഹായാവസ്ഥ ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നില്ല, എന്നെ രക്ഷിക്കാൻ പറ്റും, നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം, ഇത്ര കാലമായില്ലേ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം നല്ല പ്രചോദനം കൊടുത്തെന്നാണ് പറയാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്രയും വർഷമായിട്ടും രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാനുള്ളൊരു ആഗ്രഹം, ഇത്രയും അവസ്ഥ ഞാൻ ഇത്രയും കാലം ജയിലിൽ കിടന്നു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്നെ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ വധശിക്ഷ അത് എനിക്ക് ലഭിക്കുമെന്ന് കരുതി ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാണാൻ അവസരം കിട്ടിയ യൂസഫിക്ക പറയുന്ന വാക്കുകൾ ശരിക്ക് വളരെ ഹൃദയസ്പർശി തന്നെയാണ്. അദ്ദേഹത്തിന് പിന്നെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നത്, ഞാൻ പെരുന്നാളിൻ്റെ അന്ന് പോയി കാണുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ പൈസ സ്വരൂപിച്ച് തുടങ്ങി, ഏകദേശം 10-15 ലക്ഷം രൂപ നമുക്കായി, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു അബ്ദുറഹീം എന്നാണ് പറയുന്നത്. അദ്ദേഹം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ വികാരാധീനനായി പെരുമാറി എന്നാണ് യൂസഫൊക്കെ പറയുന്നത്. എന്തുതന്നെയാലും അങ്ങനെ ഒരുപാട് പേരുടെ സഹായം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ കേരളം ജാതി മത വർഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു നല്ല കോസിന് വേണ്ടി ഒന്നായി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈവൻ ഇപ്പോൾ ബോച്ചയായാലും എല്ലാ രാഷ്ട്രീയക്കാരും, ഇപ്പോൾ മുരളീധരൻ MP, നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ, നമ്മുടെ റിയാസ് ഇവിടുത്തെ മന്ത്രിയായാലും, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായാലും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നോക്കാൻ അവർ ശ്രമിച്ചു. അതുപോലെ ആ ആപ്പ് അവർ ചെയ്തത് വളരെ വളരെ ഉപകാരപ്രദമായി. കാരണം ആ ആപ്പ് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ അങ്ങനെ അയക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇത്ര കണ്ടീഷനില്ലാതെ നമുക്ക് പൈസ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ആ ആപ്പിൽ കയറി അതും ഒരു വലിയ സപ്പോർട്ടായിരുന്നു. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പൈസ സ്വരൂപിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ നേട്ടമായി. കാരണം നമുക്ക് ഇത്രയും കുറച്ച് കാലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും പൈസ സ്വരൂപിച്ചാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും പൈസ സ്വരൂപിക്കുമ്പോൾ അതിന് ആ രീതിയിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടേണ്ടതാണല്ലോ. അതുപോലെ തന്നെയാണ് കുറേ പേര് ഇതിൻ്റെ ഇടയിൽ ഈ പോസ്റ്റുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ വെച്ച് വ്യാജ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് തന്നെ വെച്ച് അതിലേക്ക് പൈസ മാറ്റിക്കുന്ന പ്രവണതയും കാണാനിടയായി.
അത് അപ്പോൾ എല്ലാത്തിലും എപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട്, ഞാനൊരു വീഡിയോ കണ്ടു യൂട്യൂബിൽ, അതിൽ ഒരുപാട് നല്ല സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺ ഫോളോവേഴ്സോ അല്ലെങ്കിൽ 100K 500K ഒക്കെ ഫോളോവേഴ്സുള്ള ആൾക്കാരെ ഓരോ പേജുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം വയ്യാത്ത ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരം കേസുകൾ വെച്ചിട്ടും. അപ്പോൾ അവർക്കത് എന്നിട്ട് അവർ ബൂസ്റ്റ് ചെയ്ത് അത് വലിയ സ്പോൺസേഡ് ആഡായി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും നമുക്ക് അറിയാത്ത ഒരു ഇതിനാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ സംഭാവന ചെയ്യരുത്. വളരെ നമുക്കൊരു കേസ്, ഇപ്പോൾ ഈ ഒരു കേസ് നമ്മൾ അറിഞ്ഞു, നമ്മൾ എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അതിലൊരു ഇതിൻ്റെ സെയിം ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ അയക്കരുത്. ശരിക്കും അതിൻ്റെ നിജസ്ഥിതി നോക്കി ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ അയക്കേണ്ടത് നോക്കിയിട്ട് അയക്കാൻ പാടുള്ളൂ. കാരണം ഇന്ന് എല്ലാത്തിനും പറഞ്ഞ പോലെ ഒരു ഒറിജിനലിന് ഒരു കോപ്പി ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താലും അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി ഒരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ വന്ന ഒരു വിവാദത്തെ പറ്റി കൂടി ഞാൻ പറയട്ടെ. ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് പേര് പറയുന്നത് കേട്ടു, ഇതിപ്പോൾ എന്താ, ഇത് അവൻ ഒരാളെ കൊന്നിട്ടല്ലേ, അല്ലെങ്കിൽ അതിലിപ്പോൾ നമ്മളിങ്ങനെ രക്ഷിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷിക്കും, അങ്ങനെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാതെയാണ് കുറേ പേര് അങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യൂസഫ് അലിക്ക് ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരെ മേത്തിടുകയാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ എപ്പോഴും നേരത്തെ ബോച്ചയുടെ കാര്യം പറഞ്ഞ പോലെ ബോച്ച ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്കാണ് എന്ന് പറയുന്ന ആളുകൾ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയില്ലേ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ യൂസഫ് അലി എന്ന വ്യക്തിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹം എത്ര പേർക്ക് ഇത് ചെയ്യും. അദ്ദേഹം ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ. പക്ഷേ നമുക്ക് ഒരിക്കലും യൂസഫ് അലി ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നവരിലേക്ക് അത് എത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ല നമ്മളിതിന് പേരിൽ ഇതിനെ കീറി മുറിച്ച് ഇതിന് ഗവേഷണം നടത്തി ഇതിന് ഓപ്പറേഷൻ നടത്തി ഇതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നുള്ള മലയാളിയുടെ പ്രവണത എന്ന് അവസാനിക്കുന്ന അന്നേ ആ ഒരു കാര്യം കൂടി മലയാളി നന്നാക്കാനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കൂടി ഒഴിവാക്കി. ഇപ്പോൾ നോക്ക്, ഇത്രയധികം മലയാളികൾ ഒന്നിച്ചതുകൊണ്ടാണ്, ഈ ഒരു നല്ല കോഴ്സിന് വേണ്ടി ഒന്നിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൈസ നമുക്ക് സ്വരുക്കൂട്ടാനായി സാധിച്ചത്. അത് എല്ലാ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ മെജോറിറ്റിയും നിൽക്കുന്നത് നല്ലതിനാണ്, അല്ലെങ്കിൽ നല്ല കോഴ്സിനാണ്. ഇപ്പോൾ ബോച്ച എന്നെ പറഞ്ഞ പോലെ എൻ്റെ മതം മനുഷ്യമതമാണ്, ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനൊരാൾക്ക് ആവശ്യം വന്നു, എനിക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. പൈസ കൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുന്നു, എനിക്ക് പറ്റാത്ത പൈസ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് സംഘടിപ്പിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിതിലെ കുറ്റം കുറവും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് കുറ്റം കുറവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ നിൽക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ നടപടികൾ വേഗം തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ പെരുന്നാൾ മുടക്കി നാളെ ആയിരിക്കും സൗദിയിലായാലും എല്ലാവരുടെയും ഓഫീസുകൾ തുറക്കുക. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി 1 മാസം കൊണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മയെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്നത്. ജയിലിൻ്റെ ആ 4 ചുമരിൻ്റെ ഉള്ളിൽ കഴിയുകയായിരുന്നു ഇത്ര കാലം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല ജീവിതം ഇനി ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നും അദ്ദേഹത്തിന് വലിയ മുക്തി കിട്ടി നാട്ടിൽ നന്നായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.